കൊല്ലം ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കുന്ന കലാ സാംസ്കാരിക സംഘടന വേദികയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 3 നടക്കും. പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിലാണ് ഉദ്ഘാടനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ, സൂര്യ കൃഷ്ണമൂർത്തി, ഡോക്ടർ ജോർജ് ഓണക്കൂർ, മധുപാൽ, ചവറ KS പിള്ള, മുല്ലക്കര രത്നാകരൻ, പ്രതാപ് R നായർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും. ഒക്ടോബർ മുതൽ തിരുവനന്തപുരം സൂര്യയുമായി സഹകരിച്ച് എല്ലാ മാസവും വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികൾ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സരസ്വതി ഹാളിലാണ് 3-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കുന്നത്. ഇതിൻ്റെ രൂപീകരണത്തിന് സഹായകരമായ നിലപാട് അടൂർ ഗോപാലകൃഷ്ണൻ, സൂര്യ കൃഷ്ണമൂർത്തിയും, നടൻ മധുപാലും, സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറും, ചവറ KS പിള്ളയും ഒക്കെ സ്വീകരിച്ചതുകൊണ്ട് അവരുടെ തന്നെ അഭിപ്രായത്തിൽ ഈ കൊല്ലത്ത് കലാസ്വാദന മേഖല വളരെ ജനകീയമായ ഒന്നായിരുന്നു. അത് കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും ഒക്കെ നിറയുണ്ടായിരുന്ന കാലത്ത് അവരുടെ അധ്വാനത്തിന് ആശ്വാസമാകുന്ന കലകളായാണ് കൊല്ലത്ത് കഥാപ്രസംഗവും നാടകവും ഗാനമേളയും വിൽപ്പാട്ടും. ഒപ്പം കേരളത്തിന്റെ ക്ലാസിക് കലയായ കഥകളിയും കൊല്ലത്തിൻ്റെതായിട്ടാണ് വളർന്നത്. അപ്പോൾ ആ തൊഴിൽ മേഖലയിലുണ്ടായ പ്രശ്നങ്ങളും ഈ കല ആസ്വദിക്കുന്ന ജനവിഭാഗങ്ങൾ സ്വാഭാവികമായി ഇല്ലാതായാൽ ആ കലയെ തന്നെ ഇത് ബാധിക്കും. ഇതൊക്കെ വീണ്ടെടുക്കേണ്ടത് കലയെ മാത്രം വീണ്ടെടുക്കേണ്ടതല്ല, കൊല്ലത്തിന്റെ സ്വാഭാവികമായ വ്യവസായ മേഖലയിലെ കുറവുകളും തൊഴിൽ മേഖലയിലെ സ്തംഭനങ്ങളും പകരം കൊല്ലത്ത് വളർന്നു വരാവുന്ന വലിയൊരു മേഖലയെ എല്ലാവരും കണ്ട ടൂറിസമാണ്. അതാണ് അർത്ഥത്തിൽ വളർന്നു വരാത്തത്. എന്നാൽ നമ്മുടെ ഇഷ്ടമുടിക്കായലും നമ്മുടെ കിഴക്കൻ മേഖലയുടെ മലനിരകളും നമ്മുടെ ചില കാഴ്ച ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാവുന്ന സ്ഥലങ്ങൾ കൊല്ലത്തുണ്ട്. നൃത്തം, നാടകം, സംഗീതം, കഥാപ്രസംഗം, പ്രഭാഷണം തുടങ്ങിയവ വേദികയുടെ പ്രതിമാസ പരിപാടികളായി ഉണ്ടാകും. കൊല്ലം ജില്ലയുടെ കലാ സാംസ്കാരിക രംഗത്ത് പുതിയൊരു ഊർജ്ജമേകുകയാണ് വേദികയുടെ രൂപീകരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ, വൈസ് ചെയർമാൻ പ്രതാപ് R നായർ, പ്രസിഡന്റ് ആശ്രാമം ഭാസി, സെക്രട്ടറി MM അൻസാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.